Manifestation of intentions occurs when levels of consciousness are aligned in order. ബോധതലങ്ങൾ ക്രമത്തിൽ രേഖീകരിക്കപ്പെടുകയും സുതാര്യമാകുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഇച്ഛകൾ സാക്ഷാത്കരിക്കപ്പെടും. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ആഗ്രഹങ്ങൾ ഉണ്ടാകുകയും പല ആഗ്രഹങ്ങളും സാക്ഷാത്കരിക്കുകയും ചെയ്തവരാണ് നമ്മൾ. ഞാൻ ജീവിതത്തിൽ പലതും ആഗ്രഹിച്ചിട്ടും നടന്നിട്ടില്ല എന്ന് പറഞ്ഞു നടക്കുന്നവർ പോലും ജീവിതത്തിന്റെ ഒട്ടേറെ കാര്യങ്ങൾ സാക്ഷാത്കരിച്ചതിന് ശേഷമാണ് എനിക്കൊന്നും കിട്ടുന്നില്ല എന്ന് പറയുന്നത്. അത് കാരണം അവരുടെ ചില വിശ്വാസങ്ങളാണ്. 99 കാര്യങ്ങളിലും അവർ ആഗ്രഹിക്കുന്നു, നടക്കുന്നു. ഒരു കാര്യം ആഗ്രഹിക്കുന്നു, നടക്കുന്നില്ല. അതവരെ വിഷമിപ്പിക്കും. ആ കാര്യം അവർ പറയും. അപ്പൊ ഇത് വ്യക്തികൾക്കനുസരിച്ച് അതിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പോ ഉദാഹരണത്തിന് നമുക്ക് ഭക്ഷണം വേണമെന്ന് തോന്നി. ഭക്ഷണം കഴിക്കാതെ ഇവിടെ സാധാരണ രീതിയിൽ ആരും ജീവിക്കുന്നില്ല. അപ്പോ ഭക്ഷണം വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അധികം വൈകാതെ ഭക്ഷണം അവർക്ക് കിട്ടിയിരിക്കും. പട്ടിണി കിടക്കുന്നവരില്ലേ എന്ന് ചോദിച്ചാൽ പട്ടിണി കിടക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഭക്ഷണമില്ലാത്തത് കൊണ്ടല്ലോ. ഭക്ഷണത്തിന്റെ അവൈലബിലിറ്റി അവരുടെ മുന്നിൽ എത്താത്തത് കൊണ്ടുമല്ല. സത്യത്തിൽ അവരൊന്ന് ചോദിച്ചാൽ, പ്രത്യേകിച്ചും ലോകം അങ്ങനെയാണ്, കരുണയുടെ ലോകം തന്നെയാണ്. ഭക്ഷണം വേണമെന്ന് അവർ ചോദിച്ചാൽ അവർക്ക് അത് കിട്ടുക തന്നെ. എന്നിട്ട് കിട്ടാതെ വരുന്നത് അത് അവരുടെ മെന്റൽ പാരഡൈം കൊണ്ടാണ്, അല്ലെങ്കിൽ ഈഗോ കൊണ്ടാണ്. അപ്പോ നമുക്ക് വേണ്ടതെന്തോ അത് സാക്ഷാത്കരിക്കാൻ പാകത്തിലാണ് നമ്മുടെ ക്രമീകരണം. പക്ഷെ വേണ്ടത് എല്ലാം നമുക്ക് ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ ഭക്ഷണം ലഭിക്കും. ഭക്ഷണം എസെൻഷ്യൽ സർവീസ് ആണ്. വായു ചോദ്യവും പറച്ചിലൊന്നും ആവശ്യമില്ല, കിട്ടും. കൊല്ലപ്പെടുന്ന ഒരാൾ ശ്വാസം മുട്ടി മരിക്കുകയാണ്, അത് അയാളുടെ അലോട്ട്മെന്റ് തീർന്നു എന്നുള്ളൊരവസ്ഥയിൽ എത്തുമ്പോൾ മാത്രമേ അത് സംഭവിക്കുള്ളൂ. അല്ലാത്തടത്ത് അനസ്യൂതം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വായുവിന് ഒരു തടസ്സവുമില്ല. അതിനെ നിർത്താൻ വെളിയിൽ നിന്ന് ഒരാൾ തീരുമാനിച്ചു, കാലവും തീരുമാനിച്ചു എങ്കിൽ അയാൾക്ക് ഒരുപക്ഷെ ഇയാളെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ കഴിയും. ഇത് പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മറ്റൊരാളെ സഹായമൊന്നും നമുക്ക് ആവശ്യമില്ല. നമ്മൾ തന്നെ പലതൊക്കെ തിന്നും കുടിച്ചുമൊക്കെ നമ്മുടെ ശ്വാസകോശത്തിന് ആവശ്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അതാൽ തടയപ്പെട്ട് മരിച്ചു പോവുകയും ചെയ്യും. അപ്പൊ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ നിത്യജീവിതത്തിൽ വരുന്ന മെക്കാനിസങ്ങളാണ്. പക്ഷെ എങ്ങനെയാണ് ഈ ആഗ്രഹം സാക്ഷാത്കരിക്കപ്പെടുന്നത്? ആഗ്രഹം ഉണ്ടാകുന്നത് നമ്മുടെ ബുദ്ധിയിലാണോ, അതോ ആഗ്രഹം ഉണ്ടാകുന്നത് പ്രകടമായ ബോധത്തിലാണോ? പ്രകടനം എന്ന് പറയുന്ന ഒരവസ്ഥയിലാണോ, അതോ ഉപബോധത്തിലാണോ, അവബോധത്തിലാണോ? അവബോധത്തിൽ തന്നെ വഴക്കം എന്നൊരു ഇടമുണ്ട്. ആ വഴക്കത്തിന്റെ ഇടത്തിലാണ്. എവിടെയാണ് ഇത് നടക്കുന്നത്? പലപ്പോഴും ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് ബുദ്ധിയിലല്ല. ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട്, നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രകടമായ പരിസരത്തെ നമ്മൾ അറിയുന്നു. ആ പ്രകടമായ പരിസരത്തെ നമ്മൾ കണ്ടറിയുന്ന സമയത്ത് പരിസരത്തെ സാഹചര്യങ്ങളെ കുറിച്ച് അറിഞ്ഞ് ഇതാണ് ഇപ്പോൾ എന്റെ സമയം, ഇതാണ് എന്റെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് ബോധ്യപ്പെടുകയും ആ ബോധ്യത്തിനനുസരിച്ച് ഇപ്പോൾ ഇതാണ് എനിക്ക് വേണ്ടത് എന്ന് വിചാരം ചെയ്യാനും നമുക്ക് കഴിയും. അതിന് ബുദ്ധി ഉപകരിക്കും എന്നുള്ളത് സത്യം തന്നെ. പക്ഷെ ഇതാണ് ഇപ്പോൾ വേണ്ടത് എന്ന് അനുമാനിക്കണമെങ്കിൽ, ബുദ്ധി അത് അനുമാനിക്കണമെങ്കിൽ ഇതെന്താണ്, ഇത് എന്ന് പറയുന്നത് എന്താണ്, ഈ സാഹചര്യം എന്ന് പറയുന്നത് എന്താണ് എന്ന ബോധ്യം വരുത്താൻ ഒരു റെഫറൻസ് ആവശ്യമാണ്. ഈ റെഫറൻസ് എന്നുള്ളത്
മുൻ അനുഭവങ്ങളാണ്. ഈ മുൻ അനുഭവങ്ങൾ നമ്മുടെ ഉള്ളിൽ കരുതി വെച്ചിട്ടുള്ളത് സ്മൃതികളുടെ രൂപത്തിലാണ്. അതായത് ഉപബോധതലം. ഉപബോധതലം എന്ന് പറയുന്നത്, ഉപബോധം എവിടെയാണ് നിൽക്കുന്നത്? നമ്മുടെ അവയവങ്ങളിലാണ് നിൽക്കുന്നത്. അവയവങ്ങളുടെ ഏകായ്മയിലാണ് ഈ ഉപബോധം എന്ന് പറയുന്നത് നിൽക്കുന്നത്. ഞാൻ എന്നുള്ള സത്ത അതിന്റെ പൂർണ്ണതയിൽ എത്തി നിൽക്കുമ്പോൾ അവിടെയാണ് എന്റെ ബുദ്ധി നിൽക്കുന്നത്. ഞാൻ എന്ന സത്ത അതിന്റെ ജീവനത്തിന് പ്രാപ്തമായി പരിസരവുമായി, അന്തരീക്ഷവുമായി, പരിസ്ഥിതിയുമായി ഇടപെടുന്ന സമയത്താണ് എന്റെ പ്രകടനം നിൽക്കുന്നത്. ഓക്കെ, ആ പ്രകടനത്തിലാണ് എന്റെ ഇന്ദ്രിയങ്ങൾ നിന്നുകൊണ്ട് പരിസരവുമായി ഇടപെട്ട് എന്താണ് അവിടെ വേണ്ടത് എന്നത് മനസ്സിലാക്കുന്നത്. ആ മനസ്സിലാക്കൽ അപ്പോ അനുഭവം ആയിട്ട് പരിസരത്ത് നടക്കുന്നത് എന്ത് എന്ന അനുഭവമാകുന്നു. പ്രകടന മനസ്സിലാണെങ്കിൽ അത് എന്ത് എന്ന് വീണ്ടും വിചാരം ചെയ്യുന്നത് ബുദ്ധിയിലും. അപ്പോൾ എന്താണ് വേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ബുദ്ധി ആ തീരുമാനമെടുക്കാനായിട്ട് നടത്തുന്ന റെഫറൻസ് എന്നുള്ള ഉപബോധത്തിലുമാണ്. ഈ ഉപബോധത്തിന് വേണ്ടുന്ന ആ ഒരു രേഖപ്പെടുത്തൽ, ഉപബോധത്തിലെ സ്മൃതികളായി ഇത് രേഖപ്പെടുത്തണമെങ്കിൽ അതിനു മുമ്പ് അത് അനുഭവമായിട്ടുണ്ടാവും. പ്രകടന മനസ്സിൽ നിന്നും കിട്ടുന്ന കാര്യത്തെ, ഇന്ദ്രിയങ്ങൾ വഴി കിട്ടുന്ന കാര്യത്തെ ബുദ്ധിയിലൂടെ കടന്ന് ഉപബോധത്തിന്റെ തലവും കടന്ന് ഉള്ളിൽ ശരീരത്തിന്റെ ഭാഗമാകുന്ന രീതിയിൽ ഒരു തഴക്കം, തട്ടലും മുട്ടലും അനുഭവങ്ങളുടെ ആ ഒരു തലത്തിൽ സംഭവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന പരിക്ക്, ശരീരത്തിനുണ്ടാകുന്ന മാറ്റം, സ്ഥിതിഭേദം, അതാണ് നമ്മുടെ അറിവായി മാറിയിട്ടുള്ളത്. ആ സ്ഥിതിഭേദമാണല്ലോ അനുരൂപനം എന്ന് പറയുന്നത്. അനുരൂപനമാണല്ലോ ജ്ഞാനം എന്ന് പറയുന്നത്. ഇപ്പൊ ജ്ഞാനമായി ആണെന്ന് പറയുന്നത് അവബോധ തലത്തിൽ, അതും രണ്ട് അവബോധമുണ്ട്. ശിക്ഷിതാവബോധം എന്ന് പറയുന്ന തലത്തിൽ ഈ ശിക്ഷിതാവബോധത്തിൽ വരുന്ന പരിക്ക് അല്ലെങ്കിൽ സ്ഥിതിഭേദമാണ് അനുഭവമായി മാറിയിട്ടുള്ളത്. അതാണ് നമ്മുടെ തഴക്കമായി മാറിയിട്ടുള്ളത്. അങ്ങനെ ആവർത്തിച്ച് മാറ്റമുണ്ടായതിനെയാണ് തഴക്കം എന്ന് പറയുക. അല്ലാതെ ഒരു പ്രാവശ്യം ഉണ്ടായതിനെ പരിക്കെന്നേ പറയുള്ളൂ. ആവർത്തിച്ചുണ്ടാകുമ്പോൾ അതിന് തഴക്കം എന്ന് പറയും. ഈ തഴക്കമാണ് നമ്മുടെ അനുഭവമായി, അനുഭവ സ്മൃതിയായി മാറുന്നത്. അതിനപ്പുറത്തുള്ള അവബോധത്തില് അവിടെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അത് ജന്മസിദ്ധമായി കിട്ടുന്നതാണ്. പ്രകൃതിയുടെ ഒരു റോളാണത്. പക്ഷെ പ്രകൃതിയുടെ ആ ഒരു മണ്ഡലം ഉണ്ടല്ലോ, പ്രകൃതിയുടെ നിശ്ചയത്തിന്റെ മണ്ഡലം ഉണ്ടല്ലോ, അതിനൊന്നാണല്ലോ ആദ്യമായിട്ട് പാല് കുടിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. ആരും പഠിപ്പിച്ചു തന്നിട്ടല്ല, പുറത്തു നിന്നുള്ള അനുഭവം ഉണ്ടായിട്ടല്ല. അകത്തു നിന്നും നമ്മുടെ ആന്തരികമായ പ്രാഥമിക ചോദനകളെല്ലാം ഉണർന്നത്, ഇന്നും ഉണരുന്നത്. വിശപ്പിന്റെ, യഥാർത്ഥ വിശപ്പിന്റെ, ഞാൻ പറയുന്ന വിശപ്പ് എന്ന് പറയുന്നത് വിശന്നോ എന്ന് ചോദിച്ചാൽ വാച്ച് നോക്കിയിട്ട് വിശന്നു എന്ന് പറയുന്ന വിശപ്പല്ല. യഥാർത്ഥ വിശപ്പ്, പക്വമായ വിശപ്പ്, മെച്ചുവർഡ് ഹങ്കർ എന്ന് പറയുന്ന അവസ്ഥയുടെ, അല്ലെങ്കിൽ ലൈംഗിക ചോദനയുടെ, അല്ലെങ്കിൽ പീനൽ ടെംപ്റ്റേഷന്റെ ഒരു ചോദന ഉണ്ടാകുന്നത്, അതിന്റെ ആന്തരികമായ ആ ഒരു ദ്യുതി ഉണ്ടാകുന്നത് സഹജാവബോധത്തിൽ നിന്നാണ്. അപ്പൊ സഹജാവബോധത്തിൽ എന്നുള്ളത് കോശങ്ങളിലോ കോശാന്തര ദ്രവങ്ങളിലോ ആണ് നിൽക്കുന്നത് എന്ന് ആണ് നമ്മൾ അറിയേണ്ടത്. അവിടെ നിന്നുണ്ടാകുന്നതാണ് യഥാർത്ഥ ഇച്ഛ, അതിന്റെ ഒറിജിനൽ ആയിട്ടുള്ള ഫോം. അവിടെ എന്താണ് ഇച്ഛിക്കേണ്ടത്, എന്തിനു വേണ്ടിയാണ് ഇച്ഛ ഉണ്ടാകുന്നത്? ആ ഇച്ഛ ഉണ്ടാകുന്നത് അതിന്റെ അപ്പോഴത്തെ കംഫർട്ടിന് വേണ്ടിയിട്ടാണ്. അത് ഇൻകൺവീനിയന്റ് ആയിത്തീരുന്ന സമയത്ത് സഹജാവബോധത്തിന്റെ ഭാഗമാകുന്ന, സഹജാവബോധം നിലകൊള്ളുന്ന പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ശരീര ജൈവതയുണ്ടല്ലോ, ആ ജൈവത അതിന്റെ സൗഖ്യം നഷ്ടപ്പെടുത്തുന്ന സമയത്ത് അത് സൗഖ്യത്തിലേക്ക് പുനർക്രമീകരിക്കാനായിട്ട് അവിടെ പുറപ്പെടുന്നതാണ് ഈ നീഡ്, വേണം എന്നുള്ള തോന്നൽ. എന്തു വേണം എന്നുള്ളത് അനുഭവം വെച്ചിട്ടാണ് പറയാം. സഹജാവബോധം വിട്ടിട്ട് ശിക്ഷിതാവബോധം പറയും. അതെങ്ങനെയുള്ളതായിരിക്കണം എന്ന് സഹജാവബോധത്തിന്റെയും ശിക്ഷിതാവബോധത്തിന്റെയും വെളിയിലുള്ള ധാരണാവബോധം പറയും. അവിടെയാണ് സ്മൃതികളും വിശ്വാസങ്ങളും ഉള്ളത്. അതെങ്ങനെ നേടാം എന്ന് നമ്മുടെ ബോധതലത്തിൽ, ഭാവനയുടെ തലത്തിൽ ഭാവനാവബോധം പറയും. അത് കഴിഞ്ഞിട്ട് അത് എങ്ങോട്ട് പോകുമ്പോൾ എന്ത് കർമ്മത്തിലൂടെ നേടാം എന്നുള്ളത് നമ്മുടെ പ്രേരാവബോധം പറയും. എന്നിട്ട് അതൊരു കർമ്മമായി മാറ്റി നമ്മൾ വെളിയിലേക്ക് അങ്ങ് കൊടുക്കും. അവിടെയാണ് നമ്മൾ ഈ നമ്മുടെ ശരീരത്തിനകത്തുള്ള 5 ബോധതലങ്ങൾ കഴിഞ്ഞ് 6ാമതായിട്ട് വിവിക്തേന്ദ്രിയം എന്ന് വെച്ചാൽ എന്താ? നിങ്ങളൊക്കെ എന്റെ വിവിക്തേന്ദ്രിയങ്ങളാണ്. നിങ്ങളാണ് എന്റെ വിവിക്തേന്ദ്രിയം. ഞാൻ എന്റെ ശരീരപരിധി എന്ന് ഞാൻ കൽപ്പിക്കുന്ന ഇടം കഴിഞ്ഞപ്പുറത്തുള്ളത്, എന്നോട് അഭിമുഖമായി നിൽക്കുന്നു, അതാണ് എന്റെ വിവിക്തേന്ദ്രിയങ്ങൾ. ആ വിവിക്തേന്ദ്രിയങ്ങളോട് ഞാൻ കണക്റ്റായി നിൽക്കുന്നു. ആ കണക്റ്റായി നിൽക്കുന്നതിലേക്കാണ് ഞാനിത് ചെലുത്തുന്നത്. എന്റെ ആവശ്യത്തെ, എന്റെ ഇച്ഛയെ ഞാൻ ചെലുത്തുന്നത്. സ്വാഭാവികമായിട്ടും
വിശന്നാൽ നിങ്ങൾ ഭക്ഷണം എടുത്ത് കഴിക്കുമെന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഈ വഴിയിലൂടെ കടന്നു പോയിട്ട് അപ്പുറത്ത് ചെന്നിട്ട് ഈ സംഭവത്തെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇത് ഫില്ല് ചെയ്യാൻ, ഈ ആഗ്രഹത്തെ ഫില്ല് ചെയ്യാൻ എന്താണോ വേണ്ടത് അതിനെ അവിടേക്ക് കൊടുത്ത് പ്രേരാവബോധം ധാരണാവബോധത്തിന് കൊടുക്കും, ഭാവനയ്ക്ക് കൊടുക്കും, ഭാവനം ശിക്ഷിതാവബോധത്തിന് കൊടുക്കും, ശിക്ഷിതാവബോധം അവബോധത്തിന് കൊടുക്കും. ഈ രൂപത്തിൽ ആ ഫുൾഫിൽമെന്റ് നടത്തി ഇതിങ്ങനെ ക്രമീകരിച്ച് ഇപ്പുറം വരെ കൊണ്ടുവരും. അപ്പോ ഇച്ഛ എന്നുള്ളത് യഥാർത്ഥത്തിൽ ഉണ്ടാവുന്നത് നമ്മുടെ ബോധതലത്തിലല്ല. ബോധം, അതായത് സത്തയുടെ ബോധം അല്ലെങ്കിൽ നമ്മുടെ സാധാരണ രീതിയിലുള്ള ബോധം എന്നുള്ളത് ഇതിനെക്കുറിച്ച് വിചാരം ചെയ്യുന്നു എന്നുള്ളത് ശരിയാണ്, അനാലിസിസ് നടത്തുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതുണ്ടാകുന്ന സഹജാവബോധത്തിലാണ്. സഹജാവബോധം നമുക്ക് വേണ്ടാത്തതെന്ന് ഇച്ഛിക്കുന്നത് എങ്ങനെയാ? അത് വേണ്ടതാണെന്നുള്ള ബോധം അവിടേക്ക് നൽകാൻ ശിക്ഷിതാവബോധത്തിനും ധാരണാവബോധത്തിനും കഴിയും. അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ എത്തിച്ചേർന്നു എന്നുള്ള ഒരു സൂചന അവിടേക്ക് കൊടുക്കാൻ കഴിയും. ഒരു കയറ് കണ്ടു കഴിഞ്ഞാൽ പാമ്പാണെന്ന് വിചാരിച്ച് തിരിഞ്ഞോടാനുള്ള ആ ഒരു പ്രവണത സഹജാവബോധത്തെ കൊണ്ട് ചെയ്യിക്കാൻ ശിക്ഷിതാവബോധത്തിനും ധാരണാവബോധത്തിനും കഴിയും, തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയും. അതുകൊണ്ടാണ് സഹജാവബോധം അത്തരത്തിൽ ചിന്തിക്കുന്നത്. എന്താണെങ്കിലും ഇച്ഛയുടെ തുടക്കം എന്ന് പറയുന്നത് സഹജാവബോധമാണെങ്കിൽ അത് ഈ പറയുന്ന മറ്റു തലങ്ങളുമായിട്ട് സുതാര്യമാകുന്ന ഒരവസ്ഥ, ക്രമത്തിലാകുന്ന ഒരവസ്ഥ വേണം. ഞാൻ അതിനെ സാധാരണ പറയുന്ന ഒരു ഉദാഹരണം, ഇപ്പൊ ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഇപ്പോഴത്തെ ട്രെയിനുകളിലെല്ലാം തന്നെ ബോഗികൾ ഒരു ബോഗിയിൽ നിന്ന് അടുത്ത ബോഗിയിലേക്ക് പോകാനുള്ള ഇടനാഴിയുണ്ട്. പുറകിലൊരു വാതിലും മുൻപിലൊരു വാതിലുമുണ്ട്. ആ വാതിലിനകത്തൂടെ ഇങ്ങനെ പോകാം. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു രേഖയിലൂടെ ആ ട്രെയിൻ യാത്ര ചെയ്യുന്ന സമയത്ത് അതിന്റെ മുൻപിലുള്ള ഒരു കമ്പാർട്ട്മെന്റ് നോക്കിയാൽ ഏതാണ്ട് പുറകിലുള്ള, ഏതാണ്ട് പറഞ്ഞാൽ എല്ലാ ഭാഗവും തുറന്നിരിക്കണം എന്നില്ല, അതുകൊണ്ടാണ് പറയുന്നത്, ഏതാണ്ട് പുറകിലുള്ള കമ്പാർട്ട്മെന്റ് വരെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയും. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പതുക്കെ ട്രെയിൻ വളയുന്ന സമയത്ത് പതുക്കെ നമുക്ക് അതിന്റെ വിസിബിലിറ്റി കുറഞ്ഞു വരും. അപ്പോൾ നമ്മൾ ട്രാൻസ്പെറന്റ് അല്ലാതെ വരും. വീണ്ടും നമ്മളത് ക്രമീകരിച്ച് വീണ്ടും ഒരേ ലേഖയിൽ അലൈൻഡ് ആവുന്ന സമയത്ത് ഈ ട്രാൻസ്പെറൻസി നിലനിൽക്കുകയും സ്വാഭാവികമായിട്ട് ഈ അറ്റം മുതൽ അറ്റം വരെ കാണുകയും ചെയ്യും. ഇത് തന്നെയാണ് നമ്മുടെ ഇച്ഛയുടെ കാര്യത്തിലും ഉണ്ടാകുന്നത്. നമ്മുടെ ബോധതലങ്ങളെല്ലാം തന്നെ ഒരു ക്രമത്തിലാവുകയും അവ തമ്മിൽ ഒരു രേഖയിലാവുകയും അവയിലൂടെ ആ ഒരു കാഴ്ച ഈ അറ്റം മുതൽ ആറ്റം വരികയും ചെയ്യുമ്പോൾ നമുക്ക് അകത്തുള്ള കാഴ്ച അകത്തുള്ള ഇച്ഛ പുറത്തേക്ക് ചെല്ലുകയും പുറത്തു നിന്നുള്ള ആ ഒരു അനുഭവം, അതിന്റെ ഗ്രാറ്റിഫിക്കേഷൻ എന്നുള്ളത്, അത് കിട്ടുമ്പോൾ അത് ഗ്രാറ്റിഫിക്കേഷൻ എന്നുള്ളത് പതുക്കെ യാത്ര ചെയ്ത് ഈ സഹജാവബോധത്തിന്റെ തലം വരെ ചെല്ലുകയും ചെയ്യും. ഈ ട്രാൻസ്പെറൻസി ഉണ്ടാകുമ്പോൾ മാത്രമേ അത് സാധിക്കുള്ളൂ. അപ്പോ ഇച്ഛ സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. ഇത് പറയുമ്പോ ഇതിന്റെ യഥാർത്ഥ വശം പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്നുള്ളത് മറ്റൊരു കാര്യം കൂടെ പറയാം. ഞാൻ ഈ പറഞ്ഞ 5 തലങ്ങളും ജ്ഞാനതലങ്ങളാണെന്ന് അറിയാമല്ലോ. ജ്ഞാനത്തിന്റെ ഒഴുക്കും ഇങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ മനോതലങ്ങൾ, ജ്ഞാനതലങ്ങൾ ഈ ട്രാൻസ്പെറന്റ് ആകുമ്പോൾ മാത്രമേ ജ്ഞാനത്തിന്റെ ഒഴുക്ക് നടക്കുള്ളൂ. ഇച്ഛയുടെ ഒഴുക്ക് എന്ന് പറയുന്നത് ജ്ഞാനത്തിന്റെ ഒഴുക്കാണ് യഥാർത്ഥത്തിൽ. അപ്പോ നിങ്ങളിലെ വിസ്ഡം എന്നുള്ളത്, സജ്ഞാനം എന്നുള്ളത് അനുഭവജ്ഞാനമായി, സ്ഥിതിവിവരജ്ഞാനമായി, സ്ഥിതിവിവരജ്ഞാനം എന്നുള്ളതിനേക്കാൾ നമ്മൾ സംഭരിതജ്ഞാനമായി, നിങ്ങളുടെ യൗക്തിക ജ്ഞാനമായി, നിങ്ങളുടെ സ്ഥിതിവിവരജ്ഞാനമായിട്ട് ഇങ്ങനെ വെളിപ്പെടുന്ന ഒരു അവസ്ഥ വരുന്നു എന്നിരിക്കട്ടെ. ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണല്ലോ. എന്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത കാര്യങ്ങൾ എന്റെ ഉള്ളിൽ നിന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇതിനെ നേരെ എതിർപക്ഷത്ത് നിന്നിട്ട് ഇതേപോലെ സ്വീകരിക്കുന്നു, ഡേറ്റ സ്വീകരിക്കുന്നു, നിങ്ങളുടെ ഭാവന കൊണ്ട് മനസ്സിലാക്കുന്നു, നിങ്ങളുടെ സാധനങ്ങളായിട്ട് തട്ടിച്ചു നോക്കുന്നു, എന്നിട്ട് നിങ്ങളുടെ അനുഭവത്തിന്റെ ഒരു തലവുമായിട്ട് കണക്ട് ചെയ്യുന്നു, എന്നിട്ട് നിങ്ങളുടെ ജ്ഞാനമാക്കി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു പ്രോസസ്സാണ് നടക്കുന്നത്. ഇത് പറയുന്ന വാക്കിന്റെ പുറത്തുള്ളതാണ്. അതിനുമപ്പുറത്ത് യഥാർത്ഥത്തിലുള്ള വിസ്ഡത്തെ നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഭാവനാവബോധത്തിന്റെ തലന്ന് ഉള്ളിലേക്ക് പോയി എങ്ങനെയാണ് കണ്ടറിയാൻ പറ്റുക? എന്തുകൊണ്ടാണ് കണ്ടറിയാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് ധാരണാവബോധത്തിൽ നമ്മൾ നിൽക്കുന്നത്? താളയുക്തികൾ, നമ്മുടെ ശരീരത്തിലെ താളയുക്തികൾ ക്രമീകരിക്കപ്പെടുന്ന സമയത്ത് മാത്രമേ, താളയുക്തികൾ ക്രമീകരിക്കപ്പെട്ടവർക്കും മാത്രമേ യഥാർത്ഥത്തിൽ ഇവിടെ നിൽക്കുന്ന ഒരവസ്ഥയിൽ നിന്നും അകത്തേക്ക് പോയിട്ട് ഏറ്റവും അകത്തുള്ള കോറിനെ പോയി സ്പർശിക്കാനും, ഇവിടെ നിന്നുകൊണ്ട് ഈ ബോധത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് അകത്തുള്ളതെന്ത് എന്ന് തിരിച്ചറിയാനും കഴിയുകയും ആ അറിവെന്തോ, ആ എക്സ്പീരിയൻസ് എന്തോ അതിനെ പുറത്തിറക്കിക്കൊണ്ട് വ്യാഖ്യാനിക്കാൻ കഴിയുകയുള്ളൂ.
അതുകൊണ്ടാണ് എല്ലാവർക്കും താളയുക്തികൾ സമവാദത്തിലായിരിക്കില്ല എന്നതുകൊണ്ടാണ് നിങ്ങൾക്കറിയാവുന്ന കാക്കത്തൊള്ളായിരം ആളുകളും സാധനകൾ ഒരുപാട് ചെയ്തിട്ടും അവർക്ക് ഈശ്വരീയ ബോധ്യം അല്ലെങ്കിൽ അവനവനെ കുറിച്ചുള്ള ബോധ്യം, ആത്മജ്ഞാനം എന്നുള്ളത് തെളിയാത്തത്. തെളിയണമെങ്കിൽ ഈ യാത്ര സുഗമമായിരിക്കണം. ഇത് തെളിഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ആ തുറവി ഉണ്ടാവും. അപ്പോ നമ്മുടെ ആത്മജ്ഞാനത്തിന്റെ വഴി തന്നെയാണ് നമ്മുടെ ഇച്ഛയുടെയും സാക്ഷാത്കാരത്തിന്റെ വഴി. അപ്പോ ഇച്ഛ സാക്ഷാത്കരിക്കുന്നതും ആത്മത്തെ സാക്ഷാത്കരിക്കുന്നതും ഒരേ വഴിയിലൂടെയാണ്, ഒരേ സങ്കേതങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. അതിന്റെ പ്രയോഗത്തിലുള്ള ചെറിയൊരു മാറ്റം മാത്രമാണ് ഇച്ഛയും ജ്ഞാനവും എന്നുള്ളത് മാത്രം മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നിങ്ങളുടെ അകം മനസ്സിലേക്കുള്ള നിങ്ങളുടെ തുറവിയാണ് നിങ്ങളുടെ ഇച്ഛകളുടെ സാക്ഷാത്കാരത്തിന് കാരണമാകുന്നത്. നമ്മളുടെ സുസ്ഥിര ജീവനത്തിന്റെ ഒരു വഴിയിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ടതും ഈ തുറവിയാണ്. നമ്മളുടെ ഇച്ഛ എന്ന് പറയുന്നത് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു അവസ്ഥയാണ്. ആ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇച്ഛ നമുക്ക് സാക്ഷാത്കരിക്കാൻ നമ്മുടെ ഉള്ളിൽ ഈ തുറവികൾ ഉണ്ടാക്കട്ടെ. നമ്മൾ കേവല യുക്തിയുടെ ലോകത്ത് മാത്രം കെട്ടി ഒതുങ്ങി പോകാതിരിക്കാൻ, നമ്മളുടെ ജ്ഞാനത്തിന്റെ വഴികൾ തുറന്നിരിക്കാൻ, സാധ്യമായ അളവിൽ തുറക്കാൻ ഒരു അവസരം പ്രകൃതി നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.